ബക്കളം സുൽത്താൻ റോഡരികിൽ അഗ്രോ സർവീസ് സെന്ററിന്റെ കാർഷിക ഉപകരണങ്ങൾ സംരക്ഷണമില്ലാതെ കാട് കയറി നശിക്കുന്നു. ട്രാക്ടർ ഉൾപ്പെടെയുള്ളവയാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഒരു വർഷത്തോളമായി ഇവ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടേണ്ട കാർഷിക ഉപകരണങ്ങൾ ഇവിടെ കാടുമൂടി നശിക്കുകയാണ്. ബക്കളം സുൽത്താൻ റോഡരികിൽ കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആഗ്രോ സർവീസ് സെന്ററിന്റെ ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങളും മറ്റുമാണ് കാടുകയറി നശിക്കുന്നത്. ഒരു വർഷത്തോളമായി ഉപേക്ഷിക്കപ്പെട്ടതിന് സമാനമായ റോഡരികിൽ തന്നെ ഇവ കിടക്കുകയാണ്. കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമായി ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് ആഗ്രോ സർവീസ് സെന്റർ. എന്നാൽ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ട്രാക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഏറെക്കാലമായി ഉപയോഗിക്കാതെയും സംരക്ഷണമില്ലാതെയും കിടക്കുകയാണ്. മഴയും വെയിലും ഏറ്റതിനു പിന്നാലെ ഇവയുടെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുമുണ്ട്. സ്ഥലത്ത് വളർന്നു നിൽക്കുന്ന കാട് കാരണം പല ഉപകരണങ്ങളും പുറത്തുനിന്ന് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. വലിയ വില കൊടുത്ത് വാങ്ങിയ കാർഷിക ഉപകരണങ്ങൾ ഇത്തരത്തിൽ സംരക്ഷണമില്ലാതെ ആർക്കും ഉപകാരമില്ലാതെ നശിക്കുന്നത് വലിയ അനാസ്ഥയാണെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശമായതിനാൽ ഇഴജന്തുക്കളുടെ ശല്യമുണ്ടാകാനുള്ള സാധ്യതയും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ അധീനതയിലുള്ള തളിപ്പറമ്പ് അഗ്രോ സർവീസ് സെന്റർ ബക്കളത്തിന്റെ കീഴിലുള്ള കാർഷിക ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള വാഹനങ്ങളാണ് ബക്കളം ജനങ്ങൾക്ക് ദുരിതബാധിതരായിട്ട് ബക്കളം റോഡരികിൽ കിടക്കുന്നത്. പുതിയതും പഴയതായി കഴിഞ്ഞ 2 വർഷമായി ഗവൺമെന്റ് വാങ്ങിച്ചിരിക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത നിലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലും ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് ദുരിതമാകുന്ന രീതിയിലുള്ള വാഹനങ്ങൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഉപയോഗശൂന്യമായി കിടക്കുന്ന വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് കൃഷി വകുപ്പിന്റെ പരിധിയിൽ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് നീക്കം ചെയ്യുന്നതിനും ഉപയോഗശൂന്യമായ സാധനങ്ങൾ ലേലം ചെയ്തുകൊണ്ട് ഉപേക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം ഗവൺമെന്റ് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഭീമമായുള്ള ഒരു സംഖ്യ തന്നെയായിരിക്കും. അടുത്ത കാലങ്ങളിൽ വാങ്ങിച്ചിരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെയാണ് റോഡ് സൈഡിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ട്രാക്ടറുകളും അതുപോലെ തന്നെ മിനി ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ കിടക്കുന്നത്. റോഡരികിലുള്ള സ്ഥലമായതിനാൽ കാട് വെട്ടിത്തെളിച്ച് പ്രദേശം വൃത്തിയാക്കുകയും ഉപകരണങ്ങൾ അടിയന്തരമായി സംരക്ഷിച്ച് കർഷകർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.